ഈ മത്തം കുത്തിയ കുമ്പളം വിളിക്കോ? മത്തം കണ്ടപ്പോൾ ഓർമ്മ വന്ന പഴഞ്ചൊല്ലാണേ. പക്ഷെ നമ്മുടെ വിഷയം ഇന്നും അതല്ല കേട്ടോ. വെറുതെ തലമുണ്ടാക്കണോ? അപ്പോൾ ഏതായാലും വന്നതല്ലേ വിചാരിച്ച് മുറ്റത്ത് കറിവേപ്പില അങ്ങ് പൊട്ടിച്ചു. കറിവേപ്പില പൊട്ടിച്ചതിന് പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. നേരെ കിച്ചണിലേക്ക് പോവാം കേട്ടോ. ബാക്കിയുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചെറുകിട്ടും അതിലേക്ക് നേരത്തെ പറിച്ചു വെച്ച കറിവേപ്പില ഉണ്ടല്ലോ അതും ഇട്ടെടുത്ത് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഉള്ളിയും അത്ര മതി. അപ്പോഴത്തേക്ക് ഇതാ എൻ്റെ കുക്കർ കൂകി വിളിച്ച് വായോ വായോ. അതിൽ ഞാൻ കുറച്ച് വൻപയർ ഇട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് കുറച്ചെടുത്ത് യാമിക്ക് റോവലും കൊടുത്തു. റോവലിന് തേങ്ങ ചെറുകിയത് പഞ്ചസാര ഇട്ട വൻപയർ നല്ല ഇഷ്ടാട്ടോ. അപ്പോൾ അത് കൊടുത്തു. ബാക്കിയുള്ള വൻപയർ ആവശ്യമുണ്ട് കേട്ടോ. അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിനെ. എന്നാൽ പിന്നെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോയാലോ. ഈ മത്ത നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിനെ. അത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. ചെറു കഷ്ണങ്ങളായിട്ട് ഉടയ്ക്കുന്നവരുണ്ട്. പക്ഷെ നല്ല ഫൈനായിട്ട് വിളിക്കല്ലോ ഉടയ്ക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ എൻ്റെ ഉമ്മല്ലേ മത്തന് കൊണ്ടുണ്ടാക്കുന്ന നേരം തീരെ നല്ലോണം ഉടയ്ക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ആക്കാന്ന്. ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് മതി ഗൈസ്. ഇത്ര ഒന്നും ഇളക്കണ്ട കേട്ടോ. ഞാനെന്തോ ഇളക്കി എവിടേക്കോ എത്തിയിട്ടുണ്ട്. അധികം ഒന്നും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഇളക്കിയാൽ മതി. അപ്പം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഈ സംഭവം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ മത്തന് കുറച്ച് മധുരം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിനെ പഞ്ചസാര ഇട്ടെടുത്തപ്പോൾ. പിന്നെന്താ കടുവും കറിവേപ്പിലയും എണ്ണയിലിട്ട് അങ്ങ് തൂമിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് സംഭവം ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടേ. പിന്നെണ്ടേ കായ്മുളക് ഉണ്ടെങ്കിലേ കുറച്ച് ആർഭാടാവും തൂമിക്കുന്നതിലിട്ടിട്ടുണ്ടെങ്കിൽ. മത്തനും വൻപയറും നല്ല കോമ്പിനേഷൻ ആട്ടോ. ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ കാന്താരി മാങ്ങാച്ചാർ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറയണോ?